Hello friends, welcome to SAT, Sunday Institute Center Marthamadi and Puthambelikkara. Please subscribe to our YouTube channel for new update videos and also visit senderinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ 1 അതിനകത്തെ പാർട്ട് 5. ഇതിന് മുന്നത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ പാർട്ട് 1 to 4 കണ്ടതിന് ശേഷം ഈ വീഡിയോസ് കാണുക. ഓക്കെ, പാർട്ട് 5ൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. The incircle of a triangle ABC touches at P, Q and R such that AB is equal to AC and angle A is equal to 100 degree as shown in the figure. Find angle ABC and angle ACB. Find all the angles of the triangle PQR. 3 മാർക്കാണ്. നോക്കാം. The incircle of a triangle ABC, അതായത് ഈ തന്നിരിക്കുന്ന ത്രികോണം ABC A B C. ഓക്കെ, അതിൻ്റെ ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ത്രികോണത്തിൻ്റെ അകത്തുള്ള ആ വൃത്തം കണ്ടോ, ഈ വൃത്തം. ഓക്കെ, ടച്ചസ് അറ്റ് പി ക്യൂ ആൻഡ് ആർ. പിയിൽ ടച്ച് ചെയ്യുന്നു, ക്യൂവിൽ ടച്ച് ചെയ്യുന്നു, ആറിൽ ടച്ച് ചെയ്യുന്നു. ക്ലിയർ? എവിടെയൊക്കെയാണ്? പിയിൽ, ക്യൂവിൽ, ആറിൽ. ഓക്കെ, സച്ച് ദാറ്റ് എങ്ങനെയാണ്? എ ബി ഇസ് ഈക്വൽ ടു എ സി, അതായത് ഈ വശം എ ബി അതെന്തിന് ഈക്വലാണ്? ഈ വശം അതായത് എ സി. ഇവർ രണ്ടുപേരും സെയിം ആണ്, തുല്യമാണ്. ആൻഡ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ദറ്റ് ഈസ് ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. ക്ലിയർ? ആസ് ഷോൺ ഇൻ ദ ഫിഗറിൽ തന്നിരിക്കുന്നു. ഓക്കെ, ഫൈൻഡ് ആംഗിൾ എ ബി സി. എ ബി സി that is this angle. What is this angle? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ആൻഡ് എ സി ബി. ഓക്കെ, ദിസ് ആംഗിൾ എ സി ബി. ഓക്കെ, ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. ഈ നടുവിൽ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ എല്ലാ കോണുകളും നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? എത്രയാണ് കണ്ടെത്തണം. അപ്പോൾ ഈ കണക്ക് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറി സമപാർശ്വ ത്രികോണത്തെക്കുറിച്ചുള്ള തിയറിയാണ്. അതായത് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ സെയിം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെയിം അല്ലാത്ത, അപ്പോൾ 2 വശങ്ങൾ സെയിം ആണെങ്കിൽ സെയിം അല്ലാത്ത വശത്തെ കോണുകളുണ്ടല്ലോ, ഈ 2 കോണുകൾ അവ തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് 80 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ആംഗിൾ 80. ഓക്കെ, 80 എഴുതി തെറ്റിപ്പോയി, 80. അപ്പോൾ ബാക്കി എത്രയുണ്ടാവും? അത് നമുക്ക് വെരി സിമ്പിൾ ആണ്. 180ൽ നിന്ന് 80 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. ക്ലിയർ? കാരണം ഒരു ട്രയാങ്കിളിലെ 3 കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അതിനകത്ത് ഒരു കോൺ നമുക്ക് തന്നിട്ടുണ്ട് 80. ഓക്കെ, അപ്പോൾ 180ൽ നിന്ന് 80 കുറച്ച് എത്ര കിട്ടും? 100 കിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 വശങ്ങൾ സെയിം ആയതുകൊണ്ട് ഇതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്നും സമപാർശ്വ ത്രികോണം എന്നൊക്കെ വിളിക്കും. അതിൻ്റെ തുല്യമല്ലാത്ത വശത്തെ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ 80 കഴിഞ്ഞ് ബാക്കി ഈ 100 എന്നുള്ളത് നമുക്ക് ഈ 2 പേർക്കുമായിട്ട് തുല്യമായിട്ട് വീതിക്കണം. ഓക്കെ, അപ്പോൾ എത്ര വെച്ചുണ്ടാവും? 50 വെച്ചുണ്ടാവും, 50 വെച്ചുണ്ടാവും. ക്ലിയർ? ഇവിടെയും 50, ഇവിടെയും 50. ഈ ഒരു തിയറി നിങ്ങളുടെ മനസ്സിൽ വേണം. ഉണ്ടോ? മനസ്സിലായോ? സമപാർശ്വ ത്രികോണമാണെങ്കിൽ ഒരു കോൺ തന്നിരുന്നാൽ മറ്റ് 2 കോൺ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ തിയറി. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറി എന്ന് പറയുന്നത്, ഒരു വൃത്തം, ആ വൃത്തത്തിൻ്റെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ സ്പർശരേഖ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടാൻജന്റ് കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വരച്ചൊരു കോഡ് വരച്ചു. സപ്പോസ് ആ കോഡിൻ്റെ പേര് AB ആണെന്ന് വിചാരിക്കും. ക്ലിയർ? അപ്പോൾ ഈ കോഡും ഈ ടാൻജന്റും തമ്മിൽ ഒരു കോൺ ഉണ്ടാകുന്നുണ്ട്. കണ്ടോ? ക്ലിയർ? സപ്പോസ് ആ കോണിന് ഞാൻ X ഡിഗ്രി എന്ന് പേരിട്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ കോഡ്, ഈ ഞാണിൻ്റെ 2 അറ്റം, ദാറ്റ് ഈസ് A ആൻഡ് B, ഈ എയിൽ നിന്നും ബിയിൽ നിന്നും എനിക്ക് ഇങ്ങോട്ട് ഒരു കോൺ വരയ്ക്കാൻ പറ്റും. ഇതിങ്ങനെ പറ്റിയോ? ആ കോണും എത്ര തന്നെ ഉണ്ടാവും? ഇവിടെ പറഞ്ഞിരുന്ന X ഡിഗ്രി തന്നെ ഉണ്ടാവും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഒരു ടാൻജന്റും ഒരു കോഡും തമ്മിലുണ്ടാക്കുന്ന കോൺ, ആ കോഡ് അതിൻ്റെ മറു കഷ്ണത്തിലുണ്ടാക്കുന്ന കോണിന് ഈക്വൽ ആയിരിക്കും.
ഇതാണ് സെക്കൻഡ് തിയറി. ഈ രണ്ട് തിയറിയും വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ 100 ഡിഗ്രി എഴുതാം. ആംഗിൾ 100 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, 100 ഡിഗ്രി. ഓക്കെ, 100. പിന്നെ പറയുന്നത് ആംഗിൾ ABC ആണ്. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ഈ ഒരു ത്രികോണത്തിൽ ഇത് രണ്ടും തുല്യമാണ്. ഈ രണ്ട് വശങ്ങളും തുല്യമാണെന്ന് അവർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് AB = എന്താണ് AC എന്ന്. അപ്പോൾ ABയും ACയും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് Bയും ആംഗിൾ Cയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ആംഗിൾ എത്രയുണ്ട്? 100 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 180 മൈനസ് 100 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 80 കിട്ടും. ക്ലിയർ? ഓക്കെ, ആ 80ന്റെ പകുതി എടുത്താൽ ബൈ 2 ചെയ്താൽ എത്ര വെച്ച് കിട്ടും? 40. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ ആംഗിളും, അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര വെച്ചുണ്ടാവും? 40 വെച്ചുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് 40 ഉണ്ട്, ഇത് എത്രയുണ്ട്? 40 ഉണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ, ഈ ആംഗിൾ ബിനെ മാത്രം 40 സാർ എടുത്തു. ഈ ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന ഈ വര, ഇത് ടാജന്റ് അല്ലേ? അതെ. ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന വര, അതും ടാജന്റ് അല്ലേ? അതെ. അപ്പോൾ ഒരു വൃത്തത്തിന്റെ പുറത്തു നിന്നും വരയ്ക്കുന്ന രണ്ട് ടാജന്റ് ഈക്വൽ ആയിരിക്കും. അതൊരു തിയറിയാണ്. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ടാജന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്താൽ, അതായത് BPR എന്ന് പറയുന്ന ഈ ത്രികോണം കൺസിഡർ ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ വരെയും എന്താണ്? സെയിം ആണ്. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ ഇവിടെയുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എത്രയാണ്? 40 ഉണ്ട്. എത്രയാണ്? 40. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ആംഗിൾ എന്തായിരിക്കും? വെരി സിമ്പിൾ അല്ലേ? 180 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? -40 കുറയ്ക്കും. ഓക്കെ, സോ 180 നിന്ന് 40 കുറച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്താണ്? 140. 140 കിട്ടും. കിട്ടിയോ? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 70 കിട്ടും. അപ്പോൾ ഓരോ ആംഗിളും എത്ര വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി? 70 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യം ഈ 100 വെച്ചിട്ട് ഈ 180 100 കുറച്ച് അതായത് 80 കിട്ടി. അതിൻ്റെ പകുതി വെച്ച് ഇവിടെ 40 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും സ്പർശരേഖയാണെന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കോണും കണ്ടുപിടിച്ചു. അതെങ്ങനെയാ? 180 നിന്ന് നമ്മൾ ഈ 40 കുറച്ചു. അപ്പോൾ 100 കിട്ടി. ഓക്കെ, എത്ര കിട്ടി? 140 കിട്ടി. 140ന്റെ പകുതി നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 70. ഇവിടെയും 70, ഇവിടെയും 70. കിട്ടിയോ? ക്ലിയർ? ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്തെ ട്രയാങ്കിൾ നോക്കിയാൽ അങ്ങനെ തന്നെ കാണാം. ഇതും എന്താണ്? സെയിം ആണ്. ഇവിടെ എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഇതും 70 കിട്ടും, ഇതും 70 കിട്ടും. ക്ലിയർ ആണോ? ഇനിയാണ് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഇതൊരു വൃത്തമാണ്. കണ്ടോ? ഇതൊരു വൃത്തമാണ്. കണ്ടോ? ഒരു വൃത്തം. ക്ലിയർ? അപ്പോൾ ആ വൃത്തം സാർ ഇവിടെ വരച്ചു. ഓക്കെ, ദെൻ ഇതൊരു കോഡാണ്. ആ കോഡും സാർ വരച്ചു. ക്ലിയർ? ഓക്കെ, ദെൻ പോകുന്ന ഒരു ടാജന്റ്. കണ്ടോ? അപ്പോൾ ഞാൻ ടാജന്റ് വരച്ചു. ഓക്കെ, ശരി. ദെൻ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ നമ്മൾ 70 എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഓർമ്മയുണ്ടോ? 70 എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാ? ഇത് 40. ടോട്ടൽ എത്ര വേണം? 180. 180 നിന്ന് 40 കുറച്ചാൽ 140. 140ന്റെ പകുതി 70. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇതിനെ 70 എന്ന് അടയാളപ്പെടുത്തിയാൽ, സപ്പോസ് ദിസ് ഈസ് 70 ഡിഗ്രി. നേരത്തെ ഞാൻ പറഞ്ഞ തീരെ ഓർമ്മയുണ്ടോ? ഈ കോഡിന്റെ ഇവിടെ PQ എന്നാണ് എൻ്റെ പേര്. PQ. ഓക്കെ, ഈ കോഡ് രണ്ടറ്റത്ത് നിന്ന് ഞാൻ ഇങ്ങനെ വരച്ചാൽ എനിക്ക് ഇവിടെ ഒരു കോൺ കിട്ടും ഇല്ലേ? ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ R. ആൻഡ് ദിസ് ആംഗിൾ ഇതും എന്താണ്? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 70. ഓക്കെ ആണോ? ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ 70 കിട്ടി. അതുപോലെ നമുക്ക് ആംഗിൾ Q കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇവിടെയുള്ള ആംഗിൾ കണ്ടോ? ഇവിടെയുള്ള ആംഗിൾ നമുക്ക് 70 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കോഡ് ഉണ്ട്. കണ്ടോ? അത് ആ ടാജന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് 70 എന്ന് പറയുന്നത്. ഇത് സിമിലർ ഈക്വൽ ടു എന്താണ്? Q. ഇവിടെ എത്രയായിരിക്കും? 70. അപ്പോൾ ഇവിടെ 70, ഇവിടെ 70, അപ്പോൾ 70 140. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 40. മനസ്സിലായോ? അപ്പോൾ the answer is angle R equal to angle Q equal to എന്താണ്? 70 degree. Okay, clear? And angle P
ഈക്വൽ ടു എത്രയാണ് 40 ഡിഗ്രി. കാരണം എന്താ, മൊത്തം എത്ര കിട്ടണം, 180 കിട്ടണം. അപ്പോൾ 70 + 70 140, 180 നമ്മൾ ഈ 140 കുറയ്ക്കുമ്പോൾ നമുക്ക് 40 കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് പറയാം. നമ്മളിവിടെ 100 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 150 നിന്ന് കുറച്ച് ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ സിയും 40 കണ്ടെത്തുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും സെയിം ആണ്, ടാൻജന്റ് രണ്ട് സെയിം ആണ്. അങ്ങനെ നമ്മൾ ഈ 40 വെച്ചിട്ട് ഇവിടെ 70 ആണ് കണ്ടെത്തുന്നത്. അതുപോലെ ഈ രണ്ട് ടാൻജന്റും സെയിം ആണ്, നമ്മൾ 40 വെച്ചിട്ട് ഇവിടെ 70 ആണ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി നമ്മുടെ തിയറി പ്രകാരം ഒരു വൃത്തത്തിന്റെ ഒരു ടാൻജന്റും ഒരു ഞാണും ഒരു കോഡും നമ്മൾ ഉണ്ടാക്കുന്ന കോൺ, ആ കോഡ് മറുകണ്ടത്തിൽ ഉണ്ടാക്കുന്ന കോണിന് തുല്യമായിരിക്കും. അപ്പോൾ ഇതേ ആംഗിളെ നമ്മൾ ഇവിടെ എടുത്തെഴുതും. അപ്പോൾ ഇവിടെ 70 കിട്ടി, ഇവിടെ 70 തന്നെ. ഓക്കെ, സിമിലാർലി നമ്മൾ ഇവിടെ ഒരു ടാൻജന്റ്, ഇവിടെ ഒരു കോഡ് ഉണ്ടാക്കുന്ന കോൺ 70. അപ്പോൾ അത് തന്നെ എൻ്റെ മറുകണ്ടത്തിൽ. ഓക്കെ, അപ്പോൾ അവിടെയും 70. അങ്ങനെ നമുക്ക് ഇത് 70 കിട്ടി, ഇത് 70 കിട്ടി. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 140. അത് ഒരു ത്രികോണത്തിനകത്ത് മൊത്തം 150 വേണം. അപ്പോൾ 150 വെച്ചതൂടെ 40. ഓക്കെ, ക്ലിയർ? That's all about the question. Please visit next part for question number 10. Thank you.